1,64,000-ലധികം കള്ളവോട്ടുകൾ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നിലനിർത്തിയായിരുന്നു. അപ്പോൾ ആ കള്ളവോട്ടുകൾ നിലനിർത്താനുള്ള നടപടികൾ സ്വീകരിച്ചത് അത് രണ്ട് കൂട്ടരുമുണ്ട്. BJPയുമുണ്ട്, അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുമുണ്ട്. 2019 ആറ്റിങ്ങൽ ഞാൻ പാർലമെൻറ്റിൽ മത്സരിക്കാൻ എത്തുന്ന സമയത്ത് വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധന നടത്തിയപ്പോഴാണ് ആ വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേടുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞത്. ആ ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ സഹോദരങ്ങൾ സഹോദരിമാർ ഉൾപ്പെടെ 2, 3, 4 ഇടത്ത് വോട്ട് ഉണ്ടായിരുന്ന ഒരു ചിത്രമാണ് എനിക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് 2019 തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ ചീഫ് ഇലക്ഷൻ ഓഫീസർ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും കണ്ട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുകയും രേഖാമൂലം കൊടുക്കുകയും ചെയ്തു. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അതിന് വേണ്ട തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായില്ല. പിന്നീട് ജില്ലാ കളക്ടർക്ക് ഞാൻ പരാതി കൊടുത്തു. ആ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തപ്പോഴും വേണ്ട തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളെ നേരിട്ട് കണ്ട് പ്രസ് ക്ലബ്ബിൽ ചെന്ന് പത്രസമ്മേളനം ഞാൻ നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം ഇത് ഒരു CD-യിൽ പകർത്തിയെടുത്തു. കള്ള വോട്ടുകൾ എത്രയുണ്ട് എന്ന് CD-യിൽ പകർത്തിയെടുത്തിട്ട് അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ ഓഫീസറെ ഇത് അയച്ചു കൊടുക്കുകയുണ്ടായി. അയച്ചു കൊടുത്തതനുസരിച്ചാണ് 2019 തെരഞ്ഞെടുപ്പിൽ ജില്ലാ കളക്ടർ അവസാനം പ്രഖ്യാപിക്കേണ്ടി വന്നു, ആരെങ്കിലും കള്ളവോട്ട് ചെയ്യാൻ കടന്നു വന്നാൽ അവർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 52,000-ലധികം ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയി. ഇന്ന് ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് എൻ്റെ പാർട്ടി നിർദ്ദേശം വെച്ചപ്പോൾ ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ 2024 തെരഞ്ഞെടുപ്പിലും മുമ്പോട്ട് പോയത്. ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. 1,72,000-ലധികം വോട്ടുകൾ കള്ള വോട്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുവാനാണ് അന്ന് കഴിഞ്ഞത്. അതിന് ശേഷം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. എങ്കിലും അത്തരം നടപടികളൊന്നും സ്വീകരിക്കാതെ പോയി. ഞാൻ അപ്പോഴും അന്വേഷിച്ചു, എന്താണ് 1,14,000 വോട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 1,72,000-ലധികം വോട്ടുകളിലേക്ക് എങ്ങനെ കടന്നു വന്നു എന്നതിനെക്കുറിച്ച് ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് നേരത്തെ ഉണ്ടായിരുന്ന വോട്ടുകളൊന്നും തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ പാടില്ല എന്ന് ഭരണം നടത്തുന്ന സർക്കാർ അതിന് നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം കൊടുത്തതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരെ ഈ മരണപ്പെട്ട ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. മരണപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. മരണം സംഭവിച്ചാൽ പഞ്ചായത്തുകൾ രജിസ്റ്റർ ചെയ്യും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ആളുകളെ മാത്രം ഒഴിവാക്കുവാൻ വേണ്ട ഒരു നിർദ്ദേശമാണ് ഈ 2024 തെരഞ്ഞെടുപ്പിൽ അവർ കൊടുത്തത്. പക്ഷേ അപ്പോഴും നിൽക്കുകയാണ് 1,64,000-ലധികം കള്ളവോട്ടുകൾ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നിലനിർത്തിയായിരുന്നു. അപ്പോൾ ആ കള്ളവോട്ടുകൾ നിലനിർത്താനുള്ള നടപടികൾ സ്വീകരിച്ചത് അത് രണ്ട് കൂട്ടരുമുണ്ട്. BJPയുമുണ്ട്, അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുമുണ്ട്. അവരുടെ കൂട്ടായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു അത് 1,64,000 കള്ളവോട്ടുകൾ നിലനിർത്തുക എന്നുള്ളത്. ഇന്ന് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്ന ഈ കള്ള വോട്ട് എന്ന് വെച്ചാൽ ആ മുദ്രാവാക്യം ഞങ്ങളെല്ലാവരും ഏറ്റുപിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കും.